നേത്രബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? വല്ലപ്പുഴയിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം. മുഹമ്മദ് മുഹസിൻ MLA ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 22-ന് വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് ക്യാൻസർ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യത നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നമുക്ക് ജീവിതം നല്ല ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയുന്നതാണ്. സ്റ്റേജുകൾ മാറുന്നതോറും ചെലവ് കൂടും, ട്രീറ്റ്മെന്റിന്റെ ചെലവ് കൂടും, വലിയ ബുദ്ധിമുട്ടുകൾ വരും. ചില ആളുകൾ ഇഞ്ചക്ഷനുകൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിനൊക്കെ ലക്ഷണങ്ങൾ പറയുന്നത് ഓരോ സ്റ്റേജ് മാറുമ്പോഴാണ്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ ഒരുക്കിയാൽ ആ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബോധവൽക്കരണം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് നൽകുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതിന്റെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നടത്തുക. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ആർക്കെങ്കിലും ഇത് വരുന്നുണ്ട് അല്ലെങ്കിൽ വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഈ വലിയ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് തടുത്തു നിർത്താനും പ്രതിരോധിക്കാനും. ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായിരുന്നു. മെമ്പർമാരായ അബ്ദുറഹീം, സി സിദ്ദീഖ്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ സലീന, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി പുരുഷോത്തം, ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർമാരായ ധാര, പ്രവീണ, ഹെൽത്ത് ഇൻസ്പെക്ടർ VK വിനോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയാദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പല റേഡിയേഷൻ ഇതാവുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരും അത് ശ്രദ്ധിക്കാനാണ് അവർക്കും ഇങ്ങനെ വരാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ പാൻ ഉൽപ്പന്നങ്ങൾ, പുകയില, പാന്, ഇതിന്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ക്യാൻസർ അതേതാ? ഏത് ക്യാൻസറാണ് പാനിന്റെ ഉപയോഗം കൊണ്ട് വരുന്നത്? മെയിനായിട്ട് വായു. പിന്നെ